പരസ്പരം ആക്രമണം തുടരുകയാണ് ഇറാനും ഇസ്രയേലും. ഇസ്രയേൽ ആക്രമണത്തിൽ പോലീസ് ഇന്റലിജൻസ് ചീഫും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ നഗരത്തിലുടനീളം വ്യാപകമായ ഇസ്രയേൽ വ്യോമാക്രമണം നടന്നിട്ടുണ്ട്. സർക്കാർ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം. ടെഹ്റാനിൽ ശക്തമായ ആക്രമണമാണ് ഉണ്ടായതെന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്നുണ്ട്. വടക്കൻ ഇസ്രയേലിലും ജെറുസലേം, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലും ഇറാനും പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നു. സായികുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സായികുമാർ, ഇപ്പോൾ ആക്രമണവും പ്രത്യാക്രമണവും മുന്നോട്ട് നീങ്ങുകയാണ്. ഇറാനിലേക്ക് ടെഹ്റാൻ പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഇസ്രയേൽ നീങ്ങുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സ്മൃതി, തലസ്ഥാന നഗരം പിടിച്ച് ഇറാനെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ലക്ഷ്യം. ആ ഒരു നീക്കത്തിലേക്ക് അവർ കടക്കുന്നു. അത്ര വലിയ ആക്രമണമാണ് ഇപ്പോൾ വടക്കൻ തെഹ്റാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ നടത്തുന്നത്. ഇതിനിടയ്ക്ക് UAE പ്രസിഡന്റിന്റെ ഒരു പ്രതികരണം കൂടി വരുന്നു. സായികുമാർ, നിങ്ങളുടെ അയൽക്കാരെ ആക്രമിച്ചുകൊണ്ടല്ല പ്രതികാരം തീർക്കേണ്ടത് എന്ന മറുപടിയാണ് ഇപ്പോൾ UAE നൽകിയിരിക്കുന്നത്. UAE നടന്ന ആക്രമണത്തിനോടുള്ള ഇറാനോടുള്ള പ്രതികരണം വന്നിരിക്കുന്നു. ഗോ ബാക്ക് ടു യുവർ സെൻസസ്, യുവർ വാർ ഈസ് നോട്ട് വിത്ത് യുവർ നെയ്ബേഴ്സ് എന്നാണ് UAE പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. സായികുമാർ, തീർച്ചയായും UAEയുടെ ഒരു പ്രതിഷേധം, ഇറാനോടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ആ വാക്കുകളിൽ ഉള്ളത്. അത് പ്രസിഡന്റിന്റെ വാക്കുകളായിട്ടല്ല ഇപ്പോൾ വന്നത്. അദ്ദേഹത്തിന്റെ ഡിപ്ലോമാറ്റിക് അഡ്വൈസറായ അൻവർ ഗാർഗേഷ് ആണ് ഇപ്പോൾ അത്തരമൊരു പ്രതികരണം നടത്തിയത്. അത് UAEയുടെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൂടിയാണ് ഈ വിഷയത്തിൽ. അതായത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിങ്ങൾ യുദ്ധം നടത്തേണ്ടത് അയൽക്കാരോടല്ല, തൊട്ടടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളോടല്ല എന്നുള്ളതാണ്. ഈ ഒരു ആക്രമണം നടത്തിയതിലൂടെ ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നാണ് ഇറാനോട് UAE പറയുന്നത്. അയൽക്കാരെ ലക്ഷ്യപ്പെടരുതെന്ന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയതായും, പക്ഷേ അതനുസരിക്കാതെ ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അത് ഒരു തെറ്റായ നീക്കമായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന രീതിയിലാണ് ഇപ്പോൾ UAEയുടെ പ്രതികരണം വന്നത്. നമുക്ക് മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും ഒരു പൊതുവികാരം അത് തന്നെയാണ്. ഇറാൻ ഒരിക്കലും ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ മധ്യസ്ഥ ശ്രമം നടത്തിയ ഒമാനിൽ പോലും ഇന്ന് ആക്രമണം നടക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഈ രാജ്യങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഈ അമേരിക്കയ്ക്കും ഇറാനും ഇടയിലുള്ള പ്രശ്ന പരിഹാരത്തിനായി. പക്ഷേ അവിടങ്ങളിലേക്ക് കടന്നുപോലും ഇറാൻ ഒരു പ്രത്യാക്രമണം നടക്കുമ്പോൾ സ്വാഭാവികമായും ഇറാൻ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ UAE നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാൻ അവരുടെ നീക്കങ്ങളുമായി, നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇസ്രയേലിലേക്കൊക്കെ വലിയ രീതിയിൽ ആക്രമണം നടത്താൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ അവിടെയുണ്ട്, സൂചനകളുണ്ട്. അവിടെ വലിയ സൈറൻ മുഴങ്ങുകയും ചെയ്യുന്നു. ഇപ്പോൾ ദുബായിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരത്തിലേക്ക് പോവുകയാണ്. അവിടെ രഞ്ജിത്തുണ്ട് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ ദുബായിൽ രഞ്ജിത്ത് നിൽക്കുന്നതിന് തൊട്ടടുത്ത ഭാഗത്തുണ്ടായ ഡ്രോൺ ആക്രമണം, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാനാകുന്നുണ്ടോ ഈ ദുഃഖം തുറമുഖവുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും ഇപ്പോഴും വിവിധ ഇടങ്ങളിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് ഔദ്യോഗികമായി പുറത്തു വന്ന ഒരു വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. അതായത് അബുദാബിയിലെ എത്തിഹാദ് ടവറിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന് ഔദ്യോഗികമായി UAE ഭരണകൂടം സ്ഥിരീകരിക്കുകയാണ്. അതിൽ ഒരു സ്ത്രീക്കും ഒപ്പം തന്നെ ഒരു കുഞ്ഞിനും പരിക്കേറ്റു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി ഔദ്യോഗികമായി UAE ഭരണകൂടം പങ്കുവച്ചിരിക്കുന്നത്. അബുദാബി എത്തിഹാദ് ടവറിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ രണ്ടുപേർക്ക് പരിക്ക്, അല്ലേ? അതെ, ഒരു സ്ത്രീക്കും ഒപ്പം തന്നെ ഒരു കുഞ്ഞിനും പരിക്കേറ്റിരിക്കുന്നു എന്ന വിവരം ഔദ്യോഗികമായി തന്നെ UAE ഭരണകൂടം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ഒരു വാർത്ത ഇത് തന്നെയാണ്. ഒപ്പം തന്നെ ദുബൈയുടെ വിവിധ ഭാഗങ്ങളിൽ രാവിലെ മുതൽ തന്നെ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇപ്പോൾ എന്നാൽ സ്ഥിതിഗതികൾ ഏകദേശം ശാന്തമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം രാവിലെ ഉണ്ടായതുപോലെയുള്ള വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ ഇപ്പോൾ നമുക്ക് എവിടെയും കേൾക്കാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ എങ്കിലും ജനങ്ങൾ വലിയ തോതിലുള്ള ഒരു പരിഭ്രാന്തിയിലാണ്. കാരണം ജനവാസ മേഖലകളിൽ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുമ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ വലിയ തോതിലുള്ള ഒരു ആശങ്കയിലാണ്. പ്രത്യേകിച്ചും ഈ മലയാളികൾ ഉൾപ്പെടെ പാർക്കുന്ന മേഖലകളിലാണ് രാവിലെ ആക്രമണം ഉണ്ടായത് എന്നത് തന്നെയാണ് ഈ ആശങ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണവും. ഒപ്പം തന്നെ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത് ഒമാനിലും ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വിവരമാണ്. ഒമാനിൽ 2 ഇടത്താണ് ആക്രമണം ഉണ്ടായത്. ഒമാനിൽ ആദ്യമായാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദുബായ്, അതുപോലെ തന്നെ കുവൈറ്റ്, ഖത്തർ, വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തി. ഒമാന്റെ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ രഞ്ജിത്ത്? കാരണം ഇന്നലെ ഈ ആക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അമേരിക്കയോട് ഒമാൻ പറയുന്നുണ്ട്, നിങ്ങൾ മാറി നിൽക്കുക, ഇത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രശ്നമാണ്, അമേരിക്ക ഇടപെടരുത് എന്നുകൂടി പറഞ്ഞ ചർച്ചകൾക്ക് മാധ്യസ്ഥം വഹിച്ച ഒമാന് നേർക്കാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്.
തീർച്ചയായും അത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഒമാന്റെ പ്രതികരണം എന്ന നിലയിൽ പുറത്തു വന്നത് ഇപ്പോൾ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഇപ്പോൾ അതിന് പിന്നാലെ ഒമാനില് രണ്ടിടങ്ങളിൽ ദുഃഖം, അതുപോലെ തന്നെ മറ്റൊരിടത്ത്, അങ്ങനെ രണ്ടിടങ്ങളിലായിട്ടാണ് ഈ ദുഃഖം തുറമുഖത്തെ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം ഉയരുന്നുണ്ട്. 4 പേർക്ക് പരിക്ക് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു രഞ്ജിത്ത്. അതെ, തീർച്ചയായും 4 പേർക്ക് പരിക്ക് പറ്റി എന്ന വിവരമാണ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ കൂടുതൽ ആൾക്കാർക്ക് പരിക്ക് ഏൽക്കാനുള്ള ഒരു സാഹചര്യം അവിടെ നിന്നുള്ള ആൾക്കാർ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു ഔദ്യോഗിക വിവരം പുറത്തു വരാത്തതിനാൽ അക്കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ കഴിയില്ല. ഒരുപക്ഷെ അതൊരു ഓയിൽ ടാങ്കർ അറ്റാക്ക് ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. കപ്പലിലുണ്ടായിരുന്നത് 20 പേരായിരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. അതെ, തീർച്ചയായും അത് ഒരു ആസൂത്രിതമായ ഒരു ആക്രമണം തന്നെയായിരുന്നു. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒമാനിൽ മാത്രം ആക്രമണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഒമാനെയും ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി ഇക്കാര്യത്തിൽ ഒമാന്റെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും എന്നതും ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഒമാന്റെ പ്രതികരണവും ഒപ്പം തന്നെ ഒമാനിൽ 2 ആക്രമണങ്ങൾ നടന്നിരിക്കുന്നു അല്ലേ? ഒമാനിൽ 2 ആക്രമണം നടന്നിരിക്കുന്നു. എണ്ണക്കപ്പലിന് നേർക്കും ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, തീർച്ചയായും